മാന്നാനം ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിന്റെ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രമായി. നന്മയുടെ പ്രകാശം പരത്തിയ ചാവറ പിതാവിന്റെ സ്മരണകളുമായി നടന്ന തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. തിരുനാൾ ആഘോഷത്തിൽ ഭക്തസഹസ്രങ്ങൾ പങ്കുചേർന്നു. മാന്നാനം ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിന്റെ തിരുനാൾ ആഘോഷം ഭക്തിയുടെ നിറവിൽ സമാപിച്ചു. കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ചാവറയച്ചൻ CMI സഭയുടെ സ്ഥാപകനും സാമുദായിക പരിഷ്കർത്താവ്, വിദ്യാഭ്യാസ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശോഭിച്ച മഹത് വ്യക്തിത്വമായിരുന്നു. 1871 ജനുവരി 3 ചാവറയച്ചൻ ദിവംഗതനായത്. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിരുന്നു. 66 വർഷത്തെ ജീവിതത്തിനിടയിൽ സർവ്വമനുഷ്യരിലും നന്മയുടെ പ്രകാശം പരത്തിയ ചാവറ പിതാവിന്റെ പൂജനീയ സ്മരണകൾ പങ്കുവച്ചാണ് തിരുനാൾ ചടങ്ങുകൾ നടന്നത്. പ്രധാന തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ 6 കുർബാന, പ്രസംഗം, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവ നടന്നു. തിരുവനന്തപുരം സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഫാദർ ആന്റണി ഇളന്തോട്ടത്തിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 11 മണിക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. കർത്താവ് നമുക്ക് നൽകുന്ന ഈ തിരുവചനങ്ങളുടെ ഉറപ്പ് നമുക്കുണ്ടായിരിക്കട്ടെ. നമുക്ക് വിശുദ്ധൻ്റെതായ ധീരത, അദ്ദേഹത്തിൻ്റെതായ കർമ്മനിഷ്ഠയും, അദ്ദേഹത്തിൻ്റെതായ നീതിബോധവും, അദ്ദേഹത്തിൻ്റെതായ സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധതയും, അദ്ദേഹത്തിൻ്റെതായ വിശ്വാസത്തിലുള്ള ഉറപ്പും, അദ്ദേഹത്തിൻ്റെതായ വിശുദ്ധിയുടേതായ സാക്ഷ്യവും എല്ലാം മനസ്സിൽ സൂക്ഷിക്കാം. വലിയൊരു വിശുദ്ധിയുടെ ഭാണ്ഡാകാരമാണ് നമ്മുടെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. എത്ര ധ്യാനിച്ചാലും ചിന്തിച്ചാലും പ്രാർത്ഥിച്ചാലും തീരാത്ത ഒരു വിശുദ്ധ ജീവിതത്തിന്റെ സ്രോതസ് നമുക്ക് ഈ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കാണാം. അദ്ദേഹത്തെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ, അദ്ദേഹം എഴുതിയ കത്തുകൾ, അദ്ദേഹം പുറപ്പെടുവിച്ച ഇടലേഖനങ്ങളെ, അദ്ദേഹം എഴുതിയ പ്രബോധനങ്ങളെ എല്ലാം നമ്മൾ ആവർത്തിച്ച് വായിക്കുമ്പോഴും നാം കൂടുതൽ സുവിശേഷ ഭാഗ്യങ്ങളിലേക്ക് അടുക്കുകയാണ്. വൈകിട്ട് ജപമാലയും തുടർന്ന് 5 CMI സഭയിലെ നവവൈദികർ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും നടന്നു. വൈകിട്ട് പ്രദക്ഷിണം, ലതിഞ്ഞ്, തിരുശേഷിപ്പ് വണക്കം, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവയാണ് പ്രധാന തിരുനാൾ ദിനത്തിൽ നടന്നത്. വിശ്വാസ സമൂഹത്തിന് ശക്തി പകർന്ന സന്യസ്ത സമൂഹവും പൗരോഹിത്യ സമൂഹവും തിരുനാൾ ആഘോഷ ചടങ്ങുകളിൽ പങ്കുചേർന്നു. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കേരളത്തിനകത്തും പുറത്തു നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയത്. ചാവറ പിതാവിൻ്റെ സ്മരണ പുതുക്കി പ്രധാന തിരുനാൾ വഴിപാടായ പിടിയേരി കഞ്ഞി നേർച്ചയിലും ആയിരങ്ങൾ പങ്കുചേർന്നു. KNB കാറ്ററിംഗിൻ്റെ നേതൃത്വത്തിലാണ് പിടിയേരി നേർച്ചക്കഞ്ഞിക്കായി വിഭവങ്ങൾ ഒരുക്കിയത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.